കഴിയും. ഗവേഷകന് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളെയും ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഇതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവും പണ്ഡിതന്മാരാകുമ്പോൾ. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ അവർക്ക് പറയാൻ കഴിയും മതത്തിൽ അതിൻ്റെ തത്വം ഇന്നതാണ്. എന്നാൽ അതിൻ്റെയും ബേസ് എന്താണ്? പ്രമാണമാണ്, ഖുർആനും സുന്നത്തുമാണ്. അതാണ് ഫിഖഹിലേക്ക് വരുമ്പോൾ ഒരു ഏരിയ. അപ്പം വിശ്വാസ രംഗത്ത് അങ്ങനെ ഇല്ല. അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന് 99 നാമം പഠിച്ചാൽ 100ാമത്തെ നാമം സ്വയം കിട്ടുമോ? അത് കിട്ടൂല. റബ്ബിന് 99 നാമം പഠിച്ചു. അപ്പം ഈ 99 പഠിച്ചപ്പോൾ എന്തായിരുന്നാലും 100ാമത്തെ നാമം ഉണ്ടാക്കി ഇങ്ങനത്തെ പേര് അള്ളാഹ്ക്ക് അത് ഉണ്ടാകാൻ വകുപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹിൻ്റെ പേര് ഏതാണെന്ന് അള്ളാഹാണ് പറയേണ്ടത്, നമുക്ക് പറയാൻ പറ്റില്ല. സ്വർഗത്തിലെ കുറേ സംഗതികൾ മനസ്സിലാക്കി ഖുർആൻ ഹദീസുന്നു. അപ്പം ഞാൻ അതിനപ്പുറത്ത് നിന്നാൽ പിന്നെ ഇങ്ങനത്തെ അതൊന്നും ഉണ്ടാകും, വേറെ നമ്മളെ വക സ്വർഗത്തായുണ്ട്, ആ ഇവിടുന്ന് കിട്ടി, ഇതൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ ഇല്ലാതാക്കൂല, അത് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഗവേഷണം ചെയ്തുകൊണ്ട് പറയാവുന്ന വിഷയമല്ല അത്തരം കാര്യങ്ങൾ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, പാരത്രികമായ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, അതേപോലെ ആരാധനാ മുറകൾ, നിസ്കാരം സുബഹി 2, മഗ്‌രിബ് 3, അതൊക്കെ ഗവേഷണം ചെയ്തിട്ട് 5 വക്ത് നിസ്കാരം ഉണ്ടെങ്കിൽ 6ാമത്തെ വക്ത് ഉണ്ടാവേണ്ടതാണ് എന്ന് ഗവേഷണം ചെയ്യാൻ പറ്റൂല. സുജൂദ് 2 ആണെങ്കിൽ റുക്കൂഴ് 2 ഉണ്ടായിക്കൂടാ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അത് എന്താ അങ്ങനെ വെച്ചാൽ അള്ളാഹ് അങ്ങനെ പറഞ്ഞു, അതന്നെ അള്ളാഹ് അങ്ങനെ പറഞ്ഞു, അത് പ്രവർത്തിക്കുന്നു. അത്തരം വിഷയങ്ങളിൽ ഗവേഷണമില്ല. അതാണ് തൗഖീഫിയായ കാണെന്ന് പറയാം. 2 തരം ഏരിയ ഉണ്ട്. ഒന്ന് തൗഖീഫിയായത്, മറ്റൊന്ന് ഇജ്തിഹാദിയായത്. ഒന്ന് തൗഖീഫിയായത്, മറ്റൊന്ന് ഇജ്തിഹാദിയായത്. തൗഖീഫി എന്നതാണ് എന്താണോ വഹി അവിടെ നിൽക്കുക, വഖഫ അവിടെ നിന്നു. അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞാൽ പിന്നെ അവിടെ വർത്താനമില്ല, പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഇസ്ലാമിൽ ഉണ്ടാവില്ല. അതാണ് തൗഖീഫി, തഅബ്ബുദി എന്നൊക്കെ പറയാം, തൗഖീഫിയായ കാര്യം.